ഒന്നും രണ്ടും മൂന്നും അല്ലട്ടെ 25 ലക്ഷം വോട്ടുകളാണ് കട്ടെടുത്തത്. അതെ, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി BJP ഹരിയാനയിൽ കട്ടത് 25 ലക്ഷം വോട്ട്. അതിൽ തന്നെ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വരെ വെച്ചിട്ട് വോട്ട് കട്ടെടുത്തു. ഒരേ ഹൗസിൽ 500 600 ആൾക്കാരെ വെച്ച് വോട്ട് കട്ടെടുത്തു. BJP നേതാക്കൾക്ക് ഹരിയാനയിലും UPയിലും മാറി 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 സ്ഥലങ്ങളിൽ വോട്ട്. ഒരേ ഫോട്ടോയിലുള്ള 200ഓളം ആളുകൾ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ അയാളുടെ 200ഓളം IDകളിൽ അയാൾ 200 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്ത്. ഇങ്ങനെ കണക്കുകൾ ഓരോന്നായിട്ട് നിരത്തി ഒരൊറ്റ മണ്ഡലത്തിലല്ല, കംപ്ലീറ്റ് ഹരിയാന എന്ന് പറഞ്ഞ സ്ഥലത്തെ സ്റ്റേറ്റ് ലെവലിലോട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ BJP കട്ടെടുത്ത വോട്ടുകളുടെ എണ്ണം 25 ലക്ഷമായിരുന്നു. നമുക്ക് ഏതായാലും അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് പ്രോസസ്സിലോട്ട് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് ഓരോ തെളിവുകൾ നിരത്തി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം. ആദ്യമായിട്ട് ഹരിയാനയിലെ വോട്ടിംഗ് പോളിങ്ങിലോട്ടാണ് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി പോകുന്നത്. അവിടുത്തെ എക്സിറ്റ് പോൾ എല്ലാം, അത് വോട്ട് കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞതിന് മുമ്പുമുള്ള എക്സിറ്റ് പോളുകളുടെ കണക്കാണ് ആദ്യമായിട്ട് തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ട്. നിങ്ങൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ എക്സിറ്റ് പോളുകളുടെ കണക്കുകളായിരുന്നു ഈ കൊടുത്തിരുന്നത്. ഇന്ത്യ വോട്ടേഴ്സിൽ വരുന്ന 58ഓളം മണ്ഡലങ്ങൾ കോൺഗ്രസ് ജയിക്കും, 20 മാത്രം BJP ഒതുങ്ങും. അതുപോലെ തന്നെ ദിനക് ഭാസ്കറിൽ 54, 29 BJPക്ക്, ന്യൂസ് 24 62 കോൺഗ്രസിന്, 24 BJPക്ക്, മെട്രൈസിൽ വന്നിട്ടുള്ളത് 62 കോൺഗ്രസിന്, 18 BJPക്ക്, PMA RQയിൽ വന്നിട്ടുള്ള 61 കോൺഗ്രസ്, 27 മാത്രം BJP. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് വന്ന പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയ സമയത്ത് 73 വോട്ടുകളും വന്നിരുന്നത് കോൺഗ്രസിനായിരുന്നു. വെറും 17 വോട്ട് മാത്രമാണ് BJPക്ക്. ഇതാണ് ഒരു പോളിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യത്തെ ഒരു ഇൻഡിക്കേഷൻ, ഏത് പാർട്ടിയായിരിക്കും ജയിക്കാൻ കൂടുതൽ ചാൻസ് എന്ന്. അത് കഴിഞ്ഞ് EVM എണ്ണി തുടങ്ങിയതിന് ശേഷമാണ് സകലതും മാറി മറയുന്നത്. ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തുടക്കം. ഇനി അങ്ങനെ മാറി മറഞ്ഞു വന്ന വോട്ടുകളുടെ കണക്കായിരുന്നു നെക്സ്റ്റ് പറഞ്ഞിരുന്നത്. ആകെ അവിടെ 25 ലക്ഷം വോട്ടുകളാണ് അവിടെ കട്ടെടുത്തു, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കി എന്ന് പറയപ്പെടുന്നത്. 25 ലക്ഷം വോട്ട്, അവിടെ ആകെ 2 കോടി വോട്ടേഴ്സാണ് ഈ പറഞ്ഞ ഹരിയാനയിലുള്ളത്. അതിൽ 25 ലാക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 12.5% വോട്ടാണ് അവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടും അല്ലാണ്ട് അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 5,21,619 വോട്ടോളം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടാണ്. അതുപോലെ തന്നെ ഇൻവാലിഡ് അഡ്രസ്സ്, നമ്മൾ വീടില്ലാത്തവന് 0 കൊടുത്തിട്ടില്ല നമ്മുടെ ജ്ഞാനേഷ് കുമാർ, അങ്ങനെ ചേർത്തിട്ടുള്ളത് 93,174 വോട്ടുകളാണ്. അതുപോലെ തന്നെ ബൾക്ക് വോട്ടേഴ്സ്, ഒരാൾ തന്നെ 10-100 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തത് 19,26,351 വോട്ടുകൾ. പിന്നെ രാഹുൽ ഗാന്ധി ഇതിൽ പറയുന്നത് മിസ്യൂസ്ഡ്, അതായത് ഫോം 6 മിസ്യൂസ് ചെയ്തതിൻ്റെ കണക്ക് ഈ കഴിഞ്ഞ 2 ബോംബ് പൊട്ടിച്ച സമയത്തിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സൈറ്റിൽ നിന്ന് ഈ ഫോം 6 യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത വോട്ടുകളുടെ കണക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് എത്രയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഫോം 7 യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത വോട്ടുകളുടെ കണക്കുകളും ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ പേടിച്ചു. ആ ഒരു കണക്കും കൂടി വെക്കുകയാണെങ്കിൽ ഈ 25 ലക്ഷം എന്നുള്ളത് 35 ലക്ഷത്തോളം വോട്ടെങ്കിലും ഈ പറഞ്ഞ ഹരിയാനയിൽ കള്ളക്കണക്ക് വെച്ചിട്ട് ഈ പറഞ്ഞ പാർട്ടി BJP പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ടായിരുന്നു അടുത്ത ചോദ്യം വന്നിരുന്നത്. ആർക്കെങ്കിലും ഈ ആളെ അറിയുമെന്നാണ് ചോദിച്ചത്. അവിടെ കൂടിയെന്ന് ആർക്കും അറിയില്ല. ഇത് അവിടുത്തെ ഒരു വോട്ടറാണ്. അങ്ങനെ ആ വോട്ടറിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ വോട്ടർ ഓൾമോസ്റ്റ് 100 സ്ഥലങ്ങളിലെങ്കിലും അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഈ ഫോട്ടോയിൽ നമ്മൾ ഈ കാണുന്ന ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ ആണ്. അവരുടെ സ്റ്റോക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഒരു ID കാർഡ് ഉണ്ടാക്കിയത്. പല പല മണ്ഡലങ്ങളിൽ പല പല അഡ്രസ്സിൽ പല പല പേരിൽ, ആ പേര് പലതായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ക്രൈം അവിടെ നടന്നത്. ഇത് വെറും ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതേപോലെ അവിടെ വോട്ട് ആഡ് ചെയ്തവർ ഇഷ്ടം പോലെയാണ്. മറ്റൊരു ഫോട്ടോ ഇത് കാണിച്ചു 223 വോട്ടാണ് രണ്ട് മണ്ഡലങ്ങൾ 2 ബൂത്തുകളിലായിട്ട് ഈ സെയിം ഫോട്ടോയിലുള്ള ആൾ ചെയ്തത്. ആളുടെ പേരും വിലാസവും ആളുടെ അച്ഛൻ്റെ പേരും ബൂത്ത് നമ്പറും മാത്രം ഡിഫറൻറ്റ്. ഒരേ ഫോട്ടോയിലുള്ള 223 വോട്ട് ഒരാൾ. ഇങ്ങനെ വോട്ട് ചെയ്ത ആളുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 1000കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ വോട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1,24,177 വോട്ടേഴ്സിന് ഫേക്ക് ഫോട്ടോസാണ് അവിടെ. ആ ഫേക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം വോട്ടുകൾ അവിടെ ഫേക്ക് ഫോട്ടോയിലുള്ള ഫേക്ക് അഡ്രസ്സിലുള്ള ആളുകൾ അവിടെ കയറി. ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം, കോൺഗ്രസ് അവിടെ തോറ്റിട്ടുള്ളൊരു കണക്ക് എന്ന് പറഞ്ഞാൽ വെറും 22,500 വോട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 54,31,000 വോട്ടുകളാണ് മൊത്തം നേടിയത്. BJP നേടിയത് 55,449,000 വോട്ടുകളും. അതായത് 1,18,000 വോട്ടിന് ഡിഫറൻസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഇനി അവിടുത്തെ
സീറ്റ് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് 37 സീറ്റുകളിലും BJP 48 സീറ്റുകളുമാണ്. ഏകദേശം 9 സീറ്റുകളുടെ ഡിഫറൻസ്. ഇനി 9 സീറ്റുകൾ എടുത്തിട്ട് അവിടെ കോൺഗ്രസ് തോറ്റിട്ടുള്ള ഒരു 8 ലോവസ്റ്റ് ആയിട്ടുള്ള 8 ബൂത്തുകൾ എടുത്ത് അല്ലെങ്കിൽ 8 മണ്ഡലങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടുത്തെ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് വെറും 22,779 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അതായത് ഉജ്ജാനകാല എന്ന് പറഞ്ഞിട്ട് 32 വോട്ടിനാണ് BJP ജയിച്ചത്. ദദ്രി എന്ന് പറഞ്ഞിടത്ത് 1957, അസന്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2036. അങ്ങനെ മൊത്തം 8 ലോവസ്റ്റ് സ്ഥലങ്ങളിലെ വോട്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വെറും 22,000 വോട്ട്. 25 ലക്ഷം വോട്ട് ആഡ് ചെയ്ത സ്ഥലത്ത് കോൺഗ്രസിനേക്കാൾ വെറും 9 സീറ്റ് മുമ്പിലുള്ള BJP 8 മണ്ഡലങ്ങളിൽ ജയിച്ച വോട്ട് വെറും 22,000. അപ്പോൾ എത്ര വോട്ടുകളാണ് അവിടെ BJP ജയിക്കാൻ വേണ്ടി കുത്തിക്കയറ്റിയത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ 1,24,177 വോട്ടേഴ്സ് ഫേക്ക് ഫോട്ടോ വെച്ച് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷർക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അവരുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് നെയിം, ഡ്യൂപ്ലിക്കേറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ക്ലിക്കിൽ അതിൽ നിന്ന് ആളുകളെ കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ട് ഈസി ഇത് റിമൂവ് ചെയ്യുന്നില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത ചോദ്യം. അതായത് ശശാങ്ക് ഗിരി 14 വോട്ടാണ് ശശാങ്ക് ഗിരിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രുദ്ര അഭിഷേക് ജെയിൻ ആൻഡ് നമൻ ജെയിൻ 18 വോട്ടുകളാണ് ഈ സ്ഥലം. ഒരൊറ്റ മണ്ഡലത്തിലാണ് ഇത്രയും വോട്ടുകൾ ഉണ്ടായിരുന്നത്. അതായത് ഒരേ ആൾക്ക് ഒരേ ഫോട്ടോയിൽ ഡിഫറെൻ്റ് ഐഡിയയിൽ ഡിഫറെൻ്റ് അഡ്രസ്സിൽ ഒരേ സ്ഥലത്തുള്ള വോട്ടുകളാണ്. ഇത് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് വെച്ചിട്ടും ഡ്യൂപ്ലിക്കേറ്റ് അഡ്രസ്സ് വെച്ചിട്ടുള്ള റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും അത് നമ്മുടെ ഈസി റിമൂവ് ചെയ്തിട്ടില്ല. ഇനി അതിൻ്റെ കൂടെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, BJP ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ നേതാക്കന്മാരുടെ കൂടെ ഇരുന്ന് ഉള്ള ആളുകളാണ്. ഈ ആളുകൾക്ക് UP-യിലും ഒരുപോലെ വോട്ടുണ്ട്, അതുപോലെ തന്നെ ഹരിയാനയിലും വോട്ടുണ്ട്. ഈ BJP നേതാവിന് UP-യിലും ഹരിയാനയിലും വോട്ടുണ്ട്. 2 സ്ഥലത്തും അച്ഛൻ്റെ പേര് വേറെയാണ്. അതിൽ ആളുടെ ഫോട്ടോയും പേരും ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ രണ്ടും 2 സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ അയാളുടെ മകന് UP-യിൽ വോട്ടുണ്ട്, അയാൾക്ക് ഇതേപോലെ ഹരിയാനയിൽ വോട്ടുണ്ട്. പക്ഷേ ആ സ്ഥലത്ത് നിന്നപ്പോൾ അച്ഛൻ്റെ പേര് മാത്രം മാറ്റിയിട്ടില്ല, വോട്ട് മാത്രം പല സ്ഥലങ്ങളിൽ ചെയ്തു. ഇതായിരുന്നു മറ്റൊരു വെളിപ്പെടുത്തൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു കെട്ട് പേപ്പർ, എണ്ണ തീരാത്തത്രയും പേപ്പറുകൾ അവിടെ കൊണ്ടുവന്നു. ഇത്രയും വോട്ട് 25 ലക്ഷം ആളുകളുടെ കള്ള വോട്ടുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരുന്നു ഈ പറഞ്ഞ സംഭവത്തിൽ ഉണ്ടായിരുന്നത്. ഇത് കംപ്ലീറ്റ് ജനങ്ങളുടെ മുമ്പിലോട്ടാണ് വെച്ച് തന്നിട്ടുള്ളത് വിത്ത് പ്രൂഫ്. ഒന്നും തിരിച്ച് പറയാനില്ല, വിത്ത് പ്രൂഫ്. അത് കഴിഞ്ഞ് നമ്മുടെ ജ്ഞാനേഷ് കുമാർ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്കല്ലേ, നമ്മൾ വീടില്ലാത്തവർക്ക് ഹൗസ് നമ്പർ 0 ഇട്ട് ഞങ്ങൾ വീട്ട് കൊടുത്തു, അല്ലെങ്കിൽ റോട്ടിൽ കിടക്കുന്നവർക്ക്, ലൈറ്റിൻ്റെ താഴെ കിടക്കുന്നവർക്ക്, കുപ്പയിൽ കിടക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ 0 നമ്പർ വീട്ട് നമ്പർ വെച്ചിട്ട് വോട്ട് കൊടുത്തു, വോട്ടേഴ്സ് ID ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ 0 കൊടുത്ത ആളുകളുടെ പിന്നാലെ പോയ സമയത്താണ് അതിലൊരു എക്സാമ്പിൾ കാണിച്ചിരുന്നത്. ഇയാളുടെ വീട്ട് നമ്പർ 0 ആയിരുന്നു, പക്ഷേ ഇയാളുടെ വീട് ഇതാണ്. ഇതുപോലെ ഈ 0 ഇട്ട ആളുകൾക്ക് എല്ലാവർക്കും വീടുണ്ട്, പക്ഷേ 0 ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ, ആളുകൾ ഇതിൻ്റെ പിന്നാലെ പോകാണ്ടിരിക്കത്തുള്ളൂ എന്നുള്ള കാരണം കൊണ്ടാണ് 0 ഇടുന്നത്. ഇതേ ആൾക്ക് ചിലപ്പോൾ 100 സ്ഥലത്ത് 0 നമ്പറിൽ വോട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇയാളുടെ പേര് ഡിഫറെൻ്റ് ആക്കി വെച്ചിട്ട് ഇയാളുടെ സെയിം ഫോട്ടോ വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ വോട്ട് കട്ടിരിക്കാം. അതിൻ്റെ വിത്ത് പ്രൂഫ്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും എതിരെ അതിന് വിത്ത് പ്രൂഫായിട്ടാണ് ഇപ്രാവശ്യത്തെ ഈ പറഞ്ഞ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ പല സ്ഥലങ്ങളിലും പല ഫോട്ടോസും ഡ്യൂപ്ലിക്കേറ്റ് വന്നത് മാത്രമല്ല, ആ ഫോട്ടോസ് ബ്ലേഡാക്കിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. ആ ബ്ലേഡാക്കി അവിടെ ഫോട്ടോ വെക്കാനുള്ള കാരണം തന്നെ ആ ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ബ്ലേഡാണ്, എന്താണ് അതിന് തെളിവ് എന്ന് കാണിക്കാനായിരുന്നു. പക്ഷേ ആ ഫോട്ടോസ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതിന് ശക്തമായിട്ടുള്ള തെളിവുകൾ ഈ ഫോട്ടോയുടെ ഇതിൻ്റെ സൂം ചെയ്തിട്ടുള്ള പകർപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിലൊന്നും ഒരു ഡിഫറൻസും ആർക്കും അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വരേണ്ട ഒരു കാര്യമില്ല എന്നുള്ളൊരു ശക്തമായിട്ടുള്ള, അതായത് വെറുതെ വന്ന് പറഞ്ഞു പോവില്ല, വിത്ത് പ്രൂഫ് ഇങ്ങനെ കാണിച്ചു തരികയാണ്. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ വാണസംഖ്യകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. സോറി സംഖ്യകൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണല്ലോ അവരിത് കക്കുന്നതില്ല. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുടെ നിങ്ങൾ നോക്ക്, 5,21,619 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിംഗ് ഹരിയാനയിൽ കാണിക്കുന്ന ഒരു ഫോട്ടോ, ഇയാൾക്ക് 100 വോട്ടുകളാണുള്ളത്. ഒരൊറ്റ അസംബ്ലിയിൽ ഒരു ഫോട്ടോയിൽ 100 സ്ഥലത്താണ് ഈ പറഞ്ഞ ആളുകൾക്ക് വോട്ടുള്ളത്. ഇതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിട്ട് പോലും അത് റിമൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് എന്തിനാണെന്നുള്ള ചോദ്യങ്ങൾക്കായിരുന്നു അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. BJP സർക്കാരിന് അവിടെ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ കള്ള വോട്ട് വേണം. ജനങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് കള്ള വോട്ട് ചെയ്ത് ഇന്ത്യൻ ഡെമോക്രസി ഇത്രയും വൃത്തികെട്ട അവസ്ഥയിലോട്ട് കൊണ്ടുവന്ന്. ഇനി ഇതിന് ശക്തമായിട്ടുള്ള 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. BJPയുടെ 2 നേതാക്കൾ,
അതായത് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു, ഞങ്ങളത് ചെയ്യും, കാരണം ഞങ്ങൾക്ക് അവിടെ വോട്ട് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ അധികാരം കിട്ടണം എന്നുള്ള കാരണം കൊണ്ടാണ് എന്ന് പച്ചക്ക് പറയുന്ന 2 വീഡിയോ പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. അന്ന് ഒന്ന് നയാബ് സിംഗ് സൈനിയുടേതായിരുന്നു പറയുന്ന കാര്യം. ഇതൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു മിഷനാണിത്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കേന്ദ്രീകൃതമായി ചെയ്യുന്നൊരു മിഷനാണിതെന്ന് പച്ചക്ക് ഒരു സർഗാസ്റ്റിക് വേലി പറഞ്ഞായിരുന്നു. പക്ഷേ അത് സത്യമാണെന്ന് തെളിയിക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ഒട്ടകം ഗോപാലൻ പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ അവിടെ വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. സർഗാസ്റ്റിക് വേലി പറഞ്ഞായിരുന്നു, പക്ഷെ അത് ചെയ്യിപ്പിച്ചു എന്നുള്ള തെളിവാണ് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ആളുകളെ ഹരിയാനയിൽ നിന്ന് അവിടെ എത്തിക്കുകയുണ്ടായി. ഇവരോട് ചോദിച്ച സമയത്ത് ഇവർക്ക് ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ഉണ്ടായിരുന്നു, നിയമസഭാ ഇലക്ഷൻ വന്നപ്പം വോട്ട് കാണാനില്ല. അങ്ങനെ വോട്ട് ആഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവർ റിക്വസ്റ്റ് കൊടുക്കുന്നു. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് വോട്ടിംഗ് കഴിഞ്ഞിട്ട്, അതായത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവരെ വോട്ട് ആഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവർക്ക് പുതിയ കാർഡ് വരുന്നു. അങ്ങനെ വോട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ കണക്കുകൾ ഇഷ്ടം പോലെ അവിടെ കിടക്കുന്നുണ്ട്. ഇതും കൂടെ പറഞ്ഞതോടുകൂടി ആ കംപ്ലീറ്റ് BJPയുടെ മണ്ടക്കുള്ള ആണിക്കല്ല് പോലെ തന്നെ ആയിരുന്നു ഇത് തറച്ചിരുന്നത്. പക്ഷേ മറ്റൊരു കാര്യം വ്യക്തമായിട്ട് തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഇതേ അവസ്ഥ തന്നെയാണ് SIR എന്നും പറഞ്ഞിട്ട് ഇവന്മാർ ഈ പറഞ്ഞ പല ആളുകളുടെ വോട്ട് ഡിലീഷനും അഡീഷനും ആഡ് ചെയ്ത് ഇനി ബീഹാറിൽ വരാൻ പോകുന്നത് ഇത് തന്നെ ആയിരിക്കും. കാരണം ഈ അവസാന നിമിഷത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ ലിസ്റ്റ് കിട്ടുന്നത്, അല്ലേ, പുതിയ അഡീഷണൽ ലിസ്റ്റ് SIR ലിസ്റ്റ് കിട്ടുന്നത്. അതിൽ എത്ര പേരുടെ ഫോട്ടോസ് ഇങ്ങനെ ആഡ് ചെയ്തെന്നോ കണ്ടുപിടിക്കുന്നതിൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പം നമ്മൾ കണ്ട കണക്ക് നോക്കുകയാണെങ്കിൽ ഒരാളുടെ പേര് അല്ല ഒരാളുടെ ഫോട്ടോ 223 സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 കോടി വോട്ട് അല്ലെങ്കിൽ 3 കോടി വോട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് ആ ആളുകളുടെ ഈ ഫോട്ടോ തപ്പി നടക്കുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. കാരണം ഇലക്ട്രോണിക് ഡാറ്റ അവർ തരുന്നില്ല, അതുപോലെ തന്നെ CCTV ഫൂട്ടേജും അവർ തരാത്തതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി ചിലപ്പോൾ 6 മാസം കഴിയും. അപ്പോഴേക്കും അവിടുത്തെ ഇലക്ഷനും കഴിഞ്ഞിട്ടുണ്ടാവും, അവിടുത്തെ കള്ള സർക്കാർ അവിടെ സർക്കാരായിട്ട് കയറിയിട്ടുണ്ടാവും. ഇത് തന്നെ ആയിരിക്കും ബീഹാറിൽ നടക്കുക. ഇതിനുള്ള ഹൈ ചാൻസസ് ബീഹാറിലുണ്ട് എന്നും പറഞ്ഞിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പത്രസമ്മേളനം സ്റ്റോപ്പ് ചെയ്തത്. ഇനിയെങ്കിലും കണ്ണ് തുറന്നിട്ട് കാര്യമില്ല, എമ്മാതിരി കള്ളത്തരല്ലേ ചെയ്യുന്നതല്ലേ. നമ്മുടെ കേന്ദ്ര ഏജൻസീസിനെ വരെ കയ്യിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്തതിന് ആര് കണ്ണ് തുറന്നിട്ടും കാര്യമില്ല. ഇവരെല്ലാം ഇവർക്ക് ചൂട്ടുപിടിക്കുന്ന പരമകള്ളന്മാരായിരിക്കുന്ന ഈ രാജ്യത്ത്, പരമകള്ളന്മാർ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഡെമോക്രസിയിൽ ഒരു തേങ്ങയിൽ ഇനിയെങ്കിലും ജൻസി ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയോടാണ് ഇതൊക്കെ നോക്കിക്കണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്, നമ്മുടെ ഡെമോക്രസി എന്താണെന്ന് പച്ചക്ക് പറയുന്ന ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി പൊട്ടിച്ചിട്ടുള്ളത്.